അവസ്ഥ സാധാരണ ഒരു വ്യക്തിനെ പോലെയല്ല എന്ന് ഒരുപാട് മനസ്സിലാക്കി. അതവിടെ നമ്മൾ നിർത്തിയത്. ഇവിടെ അബു അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിൽ അന്ന് ഇയാൾ വരുന്ന അവസരത്തിൽ അബു അയ്യൂബ് അൽ അൻസാരി ഇല്ല, ഒരെഴുത്ത് കൊടുത്ത്. അതായത് മദീന കീഴടക്കാൻ വേണ്ടി ആര് വന്ന് തുബ്ബാഴ് വന്നു. അപ്പോൾ കീഴടക്കാൻ പറ്റൂല, ഇത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ കേന്ദ്രമാണ്, ഇവിടെയാണ് തങ്ങളുടെ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞുകൊടുത്ത് അയാളെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അപ്പോൾ ആ രാജാവ് എന്ത് ചെയ്തു? തങ്ങളെപ്പറ്റി ധാരാളമായി പഠിച്ചപ്പോൾ ആ നബിനെ കണ്ടെങ്കിൽ തിരക്കേടില്ലായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ട് അതിനെയാണ് ഒരു എഴുത്ത് കൊടുത്തത്. ആ എഴുത്ത് വെക്കുകയും അത് ക്രമേണ പരമ്പരാഗതമായി ഇവിടത്തേക്ക് എത്തി. അബു അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിലേക്ക് എത്തി. അതാ അല്ലത്തി നസല ബിഹ ഹീന ഹിജറത്തിഹി ഫമാ നസല ഇല്ലാ ഫീ ദാരി. അവിടെ നമ്മൾ വെച്ചത് വകതബ കിതാബൻ അബ്കാഹു ഇൻദഹും ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു എഴുത്ത് അവിടെ സൂക്ഷിച്ചിരുന്നു. അത് പരമ്പരാഗതമായി നൽകി. ഫസാറു യതവാറസൂനഹു വയസ്തഹ്ഇലൂനഹു. നമ്മളെ ഭദ്രമായി സൂക്ഷിക്കുകയും ഹത്താ ബഅസ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാജറ. ഹിജ്റ വന്നു. അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിലാണ് നേരത്തെ പറഞ്ഞതുപോലെ താമസിച്ചത്. പലരും സൽക്കരിച്ചെങ്കിലും ഒട്ടകത്തിന് വിട്ടല്ലോ, ഒട്ടകത്തിന് നിയന്ത്രണം തങ്ങൾ വിട്ടു. അള്ളാഹ് അതിന് ഓർഡർ കൊടുത്തിട്ട് എവിടെയാണ് പോകുന്നത് അവിടെ പോയിക്കൊണ്ടുവന്നു. അങ്ങനെ ഫഅഖ്റജൂഹു. എന്നിട്ട് പറഞ്ഞു, കിസ്സ അവിടെ ചുരുക്കിയതാണ്. വൽ ഖിസ്സത്തു മബ്സൂത്തത്തുൻ ഫിൽ വഫാത്ത്. താരീഖിൽ മദീനത്തിൽ സയ്യിദ് സംഹൂദി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫായിൽ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വസയഅതി തഅറദു ലഹാ മഅ സിയാദത്തിൻ അലാ മാ ഹുന. ഈ പറഞ്ഞതിനാക്കാണ് കുറച്ചും കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ വരും. ഹിജ്റ പോകുന്ന ആ ചരിത്രം പറയുമല്ലോ, അവിടെ പറയാം. അവിടെ നമ്മൾ വെച്ചത്. ഇനി വൽഹഖ ബിദാലിക ബഅദുഹും അഖ്ബാറ കഅബ് ബിൻ ലുഅയ് ജദ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പ ഉണ്ട്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഉസയ്യ്, ഇലാബ്, മുറത്ത്, കഅബ്, ലുഅയ്. അപ്പോൾ കഅബിൻ്റെ ആൾ നമുക്ക് കിട്ടണ്ടി. എത്രാമത്തെ? ഉപ്പടക്കം പിടിച്ചാൽ 8, ഉപ്പാപ്പാന്ന് വിളിക്കുകയാണെങ്കിൽ 7. അപ്പോൾ കുറേ അങ്ങത്തി. ആ ലുഅയ്യിൻ്റെ മകൻ കഅബ് റളിയല്ലാഹു അൻഹു ദർജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു കാന യഖ്തുബു الناس يوم العروبة ഐ يوم الجمعة. വെള്ളിയാഴ്ച ദിവസം ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് മൂപ്പർ നല്ലൊരു ഖുതുബ ഓതും. വയദ്കുറു ഫീ ഖുതുബത്തിഹി النبي സല്ലല്ലാഹു അലൈഹി വസല്ലം വബശറ ബിഹി. ആ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും തങ്ങൾ വരുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അറിയോ, നൂറ്റാണ്ടുകൾ കണ്ടു കഴിഞ്ഞു. ഫമിൻ ദാലിക, അതാ ഖൗലുഹു അമ്മാ ബഅദു ഫസ്മഉ വതഅല്ലമു വഫഹമു വഅലമു. അത് പാലന്മാർ പറയുന്നത് ശരിയാണ്. കേൾക്കുകയും മനസ്സിലാക്കുകയും പറയുന്ന കാര്യം പഠിക്കുകയും ഗ്രഹിക്കുകയും. ലൈലുൻ ദാജിൻ വനഹാറും വഹാജ് വൽ അർളു മിഹാദ് വസ്സമാഉ ബിനാദ് വൽ ജിബാലു ഔതാദ് വന്നുജൂമു അഅലാം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിസരത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ ഓരോന്നെടുക്കും. ഇരുട്ടുള്ള രാത്രി, ചൂടുകൊണ്ട് കത്തി എരിയുന്ന പകൽ സമയം, ഭൂമിയാണെങ്കിൽ ഇങ്ങനെ പരന്ന് വിശാലമായി കിടക്കുന്നു, ആകാശം ഒരു മച്ച് പോലെ ഇരിക്കുന്നു, പർവ്വതങ്ങൾ ആണികളാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ആദ്യം എടുത്തുത്തിരിക്കും. എന്നുവെച്ചാൽ ഇതിനെല്ലാം ഒരു അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കുന്നത്. ഇലാങ്കാൽ അങ്ങനെ പറഞ്ഞു. ഹറമുക്കും സയ്യിനുഹു വഅള്ളിമുഹു. നിങ്ങളെ ഹറമിനെ നിങ്ങളെന്താക്കണം?
നല്ല ഭംഗിയാക്കണം, അല്ല കച്ചറകളും ഒന്നും വരാത്ത രീതിയിൽ വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി വെക്കണം. അതിനെ നിങ്ങൾ ആദരിക്കണം. ഫസയഅ്തീലഹു നബഉൻ അലീം, അതിന് വമ്പിച്ച ഒരു നബഅ്, ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വാർത്ത വരാൻ പോകുന്നുണ്ട്. എന്താണ്? വസയഖ്റുജു മിൻഹു നബിയ്യുൻ കരീം അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, ഒരു കരീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ നിന്ന് പുറത്തു വരും. എത്രയോ കാലം. അപ്പോൾ ഈ ബുദ്ധിശൂന്യന്മാർ പറയും പോലെ സാധാരണ അവനെ വെച്ച യതീമ ഇത് ആലോചിക്കട്ടെ. വെള്ളിയാഴ്ച അതിന് പേര് വന്നൊരു വജ്ഹ് മനസ്സിലാക്കില്ല, നോക്കാം. ദനഹാറും വലൈലും കുല്ല യൗമിൻ ബിഹാദിഫിൻ സവാഉൻ അലൈനാ ലൈലുഹാ വനഹാറുഹാ. മൂപ്പർ പാടിയ പാട്ടാ. പിന്നെ മനുവനാനി ബില്ലഹ്ദാസിഹി ലാ തനാവബാ وبالنعم الله علينا سرورها. രാത്രി വരുന്നു, പകല് പോകുന്നു, പകല് പോകുന്നു, രാത്രി വരുന്നു. ഓരോന്നിലും ഓരോ സംഭവങ്ങൾ, പുതിയ പുതിയ സംഭവങ്ങൾ നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ചിലപ്പോൾ നമ്മളെ ദുഃഖിപ്പിക്കുന്ന സാധനമുണ്ടാവാം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളും ഉണ്ടാവാം. അതിന് നമ്മുടെ ചർച്ച എവിടെയാണ്? അലാ ഗഫലത്തിൻ യഅ്തിൻ നബിയ്യു മുഹമ്മദു ഫയുഖ്ബിറു അഖ്ബാറൻ സദൂഖൻ ഖബീറുഹാ. നമ്മളങ്ങനെ ജീവിത ഗഫലത്തിലായി കഴിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രംഗത്ത് വരുന്നത്. അങ്ങനെ തങ്ങൾ പല വാർത്തകളും പറയും. അതിനെപ്പറ്റി പറഞ്ഞു തരുന്ന ആൾ വളരെ സത്യമായി സിദ്ഖ് പറയുന്ന ആളുമായിരിക്കും. നോപ്പത പദ്ധതിപ്പെട്ടതാണ്. ഇനി വമിൻ ദാലിക ഖബറു സുഫിയാൻ ഇബ്നു മുജാശിഇൻ തമീമി. അലാരാ? ഫറസ്ദഖ് എന്ന് പറഞ്ഞ വലിയൊരു കവിയുണ്ടായിരുന്നു, ലോകപ്രസിദ്ധനായ അറബി കവിയാണ്. ആര്? ഫറസ്ദഖ്. അദ്ദേഹത്തിൻ്റെ ജദ്ദാണ് ആര്? സുഫിയാൻ. സുഫിയാൻ സൗരിയല്ല. കാന കദിഹ്തമല അൻ ഖൗമിഹി ദിയാത്തിൻ. മൂപ്പറെന്താക്കുന്നറിയോ? ഈ ആരെങ്കിലും കൊലപാതകം മറ്റൊക്കെ നടന്നാൽ ദിയത്ത് കൊടുക്കണ്ടേ, അത് ഒത്തു തീർപ്പാക്കാൻ വേണ്ടി ദിയത്തെല്ലാം മൂപ്പർ ഏറ്റെടുക്കും. അത് കൊടുത്തിട്ട് ആ പ്രശ്നം തീർക്കും. ഫഖറജ ലിഹയ്യിൻ മിൻ തമീമിൻ. അപ്പം തമീമ് ഗോത്രക്കാരുള്ള ഒരു ഗോത്രത്തിലേക്ക് മൂപ്പർ പുറപ്പെട്ടു. ആരാ പറയുന്നത്? സുഫിയാന്. പേര് പറഞ്ഞു ചോക്കണം. ഫഇദാഹും മുജ്തമിഊന ഇൻദ കാഹിനത്തിൻ. ഒരു കാഹിനത്തായ പെണ്ണുങ്ങളടുക്കൽ ജനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഫഅതാഹും. ഈ സുഫിയാൻ അവിടെ പോയി. വജലസ ഇൻദഹും. അവിടെ പോയി ഇരുന്നു. ഫസമിഅൽ കാഹിനത്ത്. അപ്പം കാഹിനത്ത് ഒന്ന് പറയാൻ തഖൂലു പറയുന്നു, അൽ അസീസു മൻ വാലാഹു വദ്ദലീലു മൻ ലാഹാഹു വൽ മൗഫൂറു മൻ വാലാഹു വൽ മൂത്തൂറു മൻ ആദാഹു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ മുമ്പെന്തൊക്കെയോ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പറയുന്നത്, മാന്യനായ വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് സ്നേഹം വെച്ച് പുലർത്തിയ നിസ്സാരനായ വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് തർക്കിക്കുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ സൗഭാഗ്യം കിട്ടിയ മനുഷ്യൻ അദ്ദേഹത്തിനെ സ്നേഹിച്ച ആളായിരിക്കും. ഭാഗ്യം നഷ്ടപ്പെട്ട ആൾ ശത്രു ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ആരാണ് ഈ ആള്? ഇതെല്ലാം പത്താൻ പറയലിരുന്നു. ആരാനായ ഊര്? ഇപ്പക്കാല സുഫിയാൻ പറഞ്ഞു, മാൻ തുറക്കരീന ലില്ലാഹി അബൂക്കി. പെണ്ണുങ്ങളെ, നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഫഖാലത്ത് സാഹിബ് ഹുദം വ ഇൽമിൻ വ ബത്ശിൻ വ ഹിൽമിൻ വ ഹറബിൻ വ സിൽമിൻ വ റഅസ് റുഊസ് വ റാബിദ് ശുമൂസ് വ മാഹിഖ് റുഊസ് വ മാഹിദ് റുഊസ് വ നാഇസ് വ മൻഊസ്. അതോടെ പ്രാസപ്പിച്ച ശൈലി ഇങ്ങനെ പറയും. ഹുദയും ഇൽമുമായി വരുന്ന ഒരാൾ കണ്ടോ, നല്ല യുദ്ധവും ചെയ്യും, അതോടൊപ്പം തന്നെ സഹനശക്തിയും ക്ഷമയും മാപ്പ് കൊടുക്കലും ഉണ്ടാകും. യുദ്ധങ്ങളും ഉണ്ടാകും, സന്ധിയും ഉണ്ടാകും. എല്ലാ നേതാക്കന്മാർക്കും നേതാവായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് മദ്ഹബ്. ഫഖാല സുഫിയാൻ പറഞ്ഞ, ആരാന്ന് എനിക്ക് തിരിയുന്നില്ല. ലില്ലാഹി അബൂക്കി. മൻഹുവ, ആരാണെന്ന് പറയും.
قالت نبي مؤيد قد أتى حين يوجد ودنا أوان يولد എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് സഹായം ലഭിക്കപ്പെട്ട ഒരു നബിയാകുന്നു. അതിതാ അവർ വരാൻ അടുത്തിരിക്കുന്ന സമയം. യുബ്അസു ഇലൽ അഹ്മരി വൽ അസ്വദ്, ചുവന്നാളും കറുത്താളും ലോകവ്യാപകമായി അവർ എന്താക്കും? റസൂലായി അയക്കപ്പെടും. ഒരു നാട്ടിലേക്കല്ല. ബി കിതാബില്ലാഹിം ഫുദൂ, ഒരിക്കലും ഏഞ്ഞുമാഞ്ഞു പോവാത്ത കിതാബുമായിട്ട് ഖുർആനുമായിട്ട്. ഇസ്മുഹു മുഹമ്മദുൻ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, പേര് കണ്ണത്തേക്ക് എത്തിച്ചു. അവരുടെ പേരെന്താ? ഖാല സുഫിയാൻ ചോദിച്ചു, ലില്ലാഹി അബൂക്കി അറബിയുൻ അം അജമിയുൻ, അത് അറബി ആയിരിക്കുമോ അനറബി ആയിരിക്കുമോ? ഫഖാലത് അമാ വസ്സമാഇ ദാത്തിൽ അനാൻ വശ്ശജരി ദാത്തിൽ അഫ്നാൻ ഇന്നഹു ലമിൻ മഅദ് ഇബ്നി അദ്നാൻ. സാഹിത്യകാരന്മാരുടെ വാക്കിലെല്ലാം കാപ്പിപ്പിച്ചല്ലേ പറയാ. ആകാശത്തെ തന്നെയാണ് സത്യം, മരങ്ങളെ തന്നെയാണ് സത്യം. അദ്നാനിൻ്റെ മകൻ മഅദിൻ്റെ കുടുംബത്തിൽ നിന്നായിരിക്കും. അപ്പം എത്രാമത്തെ ഉപ്പാപ്പ? 20ാമത്തെ ഉപ്പാപ്പ അവിടത്തേക്ക് എത്തി. അങ്ങനെ ഫാംസിഖാൻ സുഹാലിഹ, പിന്നാലെ ചോദ്യം നിർത്തി. സുമ്മ ഇന്ന സുഫിയാൻ, അപ്പോൾ സുഫിയാൻ ഇത് കേട്ടു വെച്ചല്ലോ. വലിദലഹു വലതുൻ, അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ ഫസമ്മാഹു മുഹമ്മദ് എന്ന് പേരിട്ട്. അതിന് ആ പറയപ്പെട്ട ആൾ ഈ കുട്ടി ആയിക്കോട്ടെ നോക്കൊരു അഭിമാനമല്ലേ. റജാ അഞ്ഞക്കോന ഹുവൻ നബിയുൽ മദ്കൂർ, ഈ പെണ്ണുങ്ങൾ വിവരിച്ചു കൊടുത്ത ആ മുഹമ്മദ് എൻ്റെ മോനാവാനുള്ള താല്പര്യം. വഹു അഹദു മൻ തസമ്മ ബിസ്മിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല മബ്അസിഹി, തങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തങ്ങളുടെ പേര് ഇട്ട ഒരാളിൽപ്പെട്ട ആളാണ് ഈ സുഫിയാൻ്റെ മോൻ. ഇനി അതാണ് തീർന്നു. വതഖദ്ദമത് ഖിസ്സത്തു സൈഫ് ബിൻ റിയസൻ അഹദ് മുലൂക്കിൽ യമൻ, മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. യമനിലുള്ള ദുർഭരണം എല്ലാം ഒഴിവാക്കിയിട്ട് സൈഫ് റിയസൻ എന്ന് പറഞ്ഞ ആൾ ഭരണം ഏറ്റെടുത്തപ്പോൾ പല നാട്ടിൽ നിന്നും അദ്ദേഹത്തിനെ കാണാനും ആശീർവദിക്കാനും കൂടെ പോയി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പയും കൂടെ കുറേ ആളുകളുണ്ടായി, ഖുറൈശികളിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അബ്ദുൽ മുത്തലിബിനെ വിളിച്ചുകൊണ്ട് ഈ സൈഫ് പറഞ്ഞ കുറേ കിസ്സകളും ഓർക്ക് കൊടുത്ത പ്രത്യേക സമ്മാനങ്ങളും ഇപ്പം പറയണ്ട, നിങ്ങളോട് അസൂയ വെക്കും, അതുകൊണ്ട് വെളിപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച കിസ്സ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് പറയേണ്ടിയില്ല. അത് വതകല്ലമഹുമ അബ്ദുൽ മുത്തലിബി വബിശാറത്തുഹു ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് കൊണ്ടുള്ള ബിശാറത്തും മുമ്പ് കഴിഞ്ഞു പോയി. അതിനിവിടെ ആവർത്തിക്കുന്നില്ല. وعن ابن عباس رضي الله عنهما أنه قال لعبد المطلب أيضا, അബ്ദുൽ മുത്തലിബിനോട് ഈ സൈഫ് എന്ന് പറഞ്ഞ രാജാവുണ്ടല്ലോ പറഞ്ഞത്, അഷ്ഹദു അന്ന ഫീ ഹിദായതൈക മുൽക്കൻ വഫിൽ ഉഖ്റാ നബുവ്വതൻ, നിങ്ങളെ രണ്ട് കൈയില്ലേ, കയ്യിൽ ഒന്നിൽ അധികാരം, ഞങ്ങളെ ഭരിക്കുവാനുള്ള അധികാരം, മറ്റേ കയ്യിൽ നബുവ്വത്ത്. ഫക്കാനത്തിൻ, അപ്പം വേണം തങ്ങൾക്ക് രാജ്യം ഭരിക്കേണ്ട രാജാവൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ പറയുന്ന ഫക്കാനത്തിൻ നബുവ്വത്തു വൽ ഖിലാഫത്തുൽ അബ്ബാസിയ്യ, നബുവ്വത്ത് തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ഖിലാഫത്ത് കിട്ടിയത് അബ്ബാസിയ കുടുംബത്തിൽ. ഓരോ ഗോത്രക്കാർ നാട് ഭരിച്ച കാലം പറയും, ഉമ്മയ്യ ഉണ്ടായി, അബ്ബാസിയ ഉണ്ടായി, അങ്ങനെ. ഇനി മറ്റൊന്ന്, ومن ذلك خبر زيد بن عمرو بن نفيل رضي الله عنه, ആരാണ്? സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ. ആരാ സഈദ്? അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സഈദ് എന്ന് പറഞ്ഞ സഈദ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളെ കെട്ടിയ പുയ്യാപ്പള. ആ സഈദിന്റെ ഉപ്പയാണ് ആര്? സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ. ഉറപ്പറ്റി കുറച്ച് വിശദീകരണം മുമ്പ് കഴിഞ്ഞത്. ജാഹിലിയ കാലത്ത് പോലെ ബിംബാരാധന, കള്ളുകുടി മുതലായവയോട് കടുത്ത ദേഷ്യമായിരുന്നു. അതുപോലെ അള്ളാഹു അല്ലാത്ത ആവശ്യത്തിന് വേണ്ടി എന്താക്കും, മൃഗങ്ങളെ കൊല്ലുന്നത്. മൂപ്പർ കറുത്ത എതിർപ്പ് പ്രകടിച്ചപ്പോൾ ജനങ്ങൾ തച്ച് പണിയെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആരാണ്? ബാപ്പയാണ് ഖത്താബ്. മൂപ്പർ നാട്ടിലേക്ക് കയറാൻ നോക്കാനും പിടികൂടാനും ആളെ തന്നെ കാവൽ നിർത്തിയിരുന്നു. എന്നിട്ട് ഹിറാ ഗുഹയിൽ പോയി വിളിച്ച കഥയെല്ലാം മുമ്പ് കഴിഞ്ഞു. എന്താ പറയുന്നത്? അന്നഹുൽ, അസംഭവം എല്ലാവരും പറയാൻ പോകുന്നത്.
അന്നഹു ലഖിയ റാഹിബൻ ബിൽ ജസീറത്തി, ജസീറയിൽ പോയിട്ട് ഒരു റാഹിബിനെ കണ്ടുമുട്ടി. മൂപ്പർക്ക് എന്താ വേണ്ടത്? ഫസഅലഹു അൻ ദീനി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദീൻ ഏതാണെന്നാ ചോദിക്കും. സത്യദീൻ തേടിക്കൊണ്ട് പോകുന്ന ഒരാളാണല്ലോ അവർ. ഫഖാല ലഹു, റാഹിബ് പറഞ്ഞു, അല്ല, ഇന്നമൽ കുല്ല മൻ റഅയ്തഹു മിനൽ അഹ്ബാരി വറുഹ്ബാനി ഫീ ളലാൽ, നിങ്ങൾ പല അഹ്ബാരികളെയും റുഹ്ബാനികളെയും കാണാൻ പോയില്ലേ, വറല്ല പിഴവിലാണ്. ഇസ്ലാം അതല്ല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിലല്ല. വഇന്നക ലതസ്അലു അൻ ദീനില്ലാ, നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ ഏതാണെന്നല്ലേ. വഖദ് ഖറജ ഫീ അർദിക ഔ ഹുവ ഖാരിജുൻ നബിയ്യുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു നബി പുറപ്പെട്ട് അല്ലെങ്കിൽ അടുത്ത് പുറപ്പെടും. അപ്പം തൊട്ടടുത്താണ്, ഒന്നുകിൽ പുറപ്പെട്ട് അല്ലെങ്കിലോ പുറപ്പെടാൻ പോകുന്നുണ്ട് ഒരു നബി. അവർ നബി യദുഉ ഇലൈഹി, അള്ളാഹുവിനെ കൊണ്ട് ക്ഷണിക്കുന്ന നബിയായിരിക്കും. അത് ഫർജിഇ ഇലൈഹി, നാട്ടിൽ പോയിട്ട് വസദ്ദിഖുഹു, നബിനെ കൊണ്ട് വിശ്വസിച്ചോ എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ഫലഖിയഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല ബിഅസതിഹി, അങ്ങനെ തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ തങ്ങളെ റസൂലായി നിയോഗിക്കുന്നതിന് മുമ്പ്, വഴിയെല്ലാം വന്നിട്ട് രംഗപ്രവേശനം വേണ്ടേ, അതിന് മുമ്പ്. ഫഖാല യാ അമ്മി മാലി അറാ ഖൗമക ഖദ് അബ്ഗദൂക, കണ്ടോ? അപ്പോൾ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളെല്ലാവരും വെറുതിട്ട് നിങ്ങൾ നാട്ടിൽ കളിക്കൂടാ, അങ്ങനെ ഇങ്ങനെ ആക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലാണ്ട് ശല്യം ചെയ്യുന്നില്ല, എന്താ പ്രശ്നമൊന്നും? അതിനോട് ഉസൈദിനോട്. ഫഖാല അമാ വല്ല ഇന്നദാലിക ലിഗൈരി സായിറത്തിൻ മിന്നി ഇലൈഹിം, എൻ്റെ പക്കൽ നിന്ന് ഒരു ബുദ്ധിമുട്ടോ ഒരു ഉപദ്രവമോ ഒരു കുഴപ്പമോ എൻ്റെ പക്കത്ത് സംഭവിച്ചത് കൊണ്ടല്ല എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത്. വലാകിന്നി അറാഹും അലാ ദലാലത്തിൻ, ദലാലത്തിലായി കഴിഞ്ഞുകൂടുന്ന ഞാൻ കാണുന്നുണ്ട്. അപ്പം അവരെ പിടിച്ചുണ്ടാകും, ഉപദേശിക്കുമ്പോൾ തല്ലും കിട്ടും. ഞാൻ തെറ്റ് ചെയ്ത വകയിലല്ല. അങ്ങനെ ഫഖറജതു അബ്തഗി ഹാദ ദീൻ, ഈ ദീനെ തേടിക്കൊണ്ട് ഞാനങ്ങ് യാത്ര ചെയ്യുകയാണ്. ഇതാ പറയുന്നു. ثم أخبره بما عرفه به الراهب من عمده صلى الله عليه وسلم. അപ്പം ജസീറയിൽ വെച്ചിട്ട് ഒരു റാഹിബിനെ കണ്ടല്ലോ, ആ റാഹിബിനെ കണ്ടതും അദ്ദേഹം പറഞ്ഞതുമായ വാർത്തകളൊക്കെ തങ്ങളോട് വിവരം പറഞ്ഞു. പക്ഷെ വൈകാനലായാലും അന്നഹുവൻ നബിയിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട നബി ഇവരായിരിക്കുമെന്ന് അന്ന് അറിഞ്ഞിട്ടില്ല. വേഷത്തിന് മുമ്പല്ലേ, അതാണ് തീർന്നു. ومن ذلك ما أخرجه ابن عساكر عن عبد الرحمن بن عوف رضي الله عنه قال سافرت إلى اليمن قبل مبعثه صلى الله عليه وسلم فنزلت على عسكلان الحميري وكان شيخا كبيرا. عبد الرحمن بن عوف എല്ലാവർക്കും അറിയാം, മഷൂറായ സഹാബിയാണ്, അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ടവരാണ്. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ സമ്പന്നനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ബിൽഗിനാന്ന്, പക്ഷേ സമ്പത്ത് മുഴുവനും നാട്ടുകാർക്ക് വിതരണം ചെയ്യലാണ്. അവർ അവിടെ എത്തി, അസ്കലാനിൽ ഹെംദരി എന്ന സ്ഥലത്ത് എത്തി. അദ്ദേഹം ആരാ? ഷെയ്ഖൻ കബീറൻ, വലിയ പ്രായാധിക്യമുള്ളൊരു ഷെയ്ഖായിരുന്നു. വഖുൽതു അൻസിലു അലൈഹി ഇദാ ജിഇതുൽ യമൻ, യമനിൽ പോയാൽ ഞാൻ എപ്പോഴും മൂപ്പത്തേക്ക് പോയിട്ട് അവിടെ നിൽക്കും, ഇതൊന്ന് സംസാരിക്കാം. ഫസഅലനി മറത്തൻ അൻ മക്ക വൽ കഅബ വസംസം, അങ്ങനെ ഒരു ദിവസം മക്കയെ കുറിച്ച്, കഅബത്തിനെ കുറിച്ച്, സംസം വെള്ളത്തിനെ കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു. അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കക്കാരനായതുകൊണ്ട് അവർക്ക് കൃത്യമായ ഉത്തരം കിട്ടും. എന്താ ചോദ്യം? ഹൽ ലഹറ മിൻകും അഹദുൻ ഖാലഫ ദീനക്കും, നിങ്ങൾ ഇതുവരെ ആരാധിച്ചു വരുന്ന നടത്തി വരുന്ന ദീനിന് എതിരായി പറയുന്ന ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ എന്നാ ചോദ്യം. ഇപ്പോഴുള്ള ദീൻ ഏതാണ്? ചെറുക്കും ലാത്തയ്യും വെച്ചയും കഞ്ഞിമൂലിയും ഭഗവാനും ഭഗവതിയൊക്കെ ഉണ്ടായിനി, പോക്ക് വരുവർക്കെല്ലാം അന്നുണ്ട്. അതിനെതിരായിട്ട് പറയുന്ന ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ എന്നാണ് ആലോചിക്കുന്നത് ഈ വയസ്സായ ആള്. പൊക്കൊടുത്തില്ല, ഇപ്പം ഇല്ല, കാരണം തങ്ങളുടെ വിഷയത്തിന് മുമ്പല്ലേ.
സുമ്മ ഖദിംതു അലൈഹി ബഅദ മബ്അസിഹി, ഇനി തങ്ങൾ രംഗത്ത് വന്നതിന് ശേഷം വീണ്ടും പോയി അവിടത്തേക്ക് പറഞ്ഞ യമനിലേക്ക്. മൂപ്പർ വളരെ ലഈഫായി, കേൾവിയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നസൽതു അലൈഹി, ഞാൻ അവിടെ പോയി ഇറങ്ങി. വജ്തമ അലൈഹി വലദുഹു വലദു വലദിഹി, മക്കളും മക്കളാലെ മക്കളും പേരക്കുട്ടികളൊക്കെ എന്തുണ്ട് അവിടെ വളഞ്ഞു കൂടിയിട്ടുണ്ട് ഉപ്പാനടുക്ക്. പിന്നെ അഖ്ബറുഹു ബിമക്കാനി, ഞാൻ വന്നതെന്താക്കി, മക്കള് ഉപ്പാക്ക് വിവരം കൊടുത്തു. മുമ്പേ വരുന്ന അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളില്ലേ, ഒരിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പശത്താലി ഹിസാബത്തൻ വസ്തനത വക്കാത, മൂപ്പർ തലീക്കെട്ടും കെട്ടി എന്താക്കി ചാരി ഇരുന്ന് ബസ്റ്റേറ്റ്. വക്കാലലി, എന്നോട് പറഞ്ഞ് ഇൻതസ്ബി അഖാ ഖുറൈശ്, ഖുറൈശികളെ നിങ്ങളെ ഒന്ന് കുടുംബം എന്ന് പറഞ്ഞു. فقلت أنا عبد الرحمن ابن عوف ابن عبد الحارث ابن زهرة എന്ന് പറഞ്ഞു. സുഹറയിലിടക്കി അബിന്റെ കുടുംബത്തിലേക്ക് എത്തി. കാല ഹസ്ബുക, അത്ര പറഞ്ഞാൽ മതി, പിന്നെന്താക്കണ്ട സുഹറ കിലാബ് മുറത്തുനിന്ന് അങ്ങനെ പറയണ്ട, സുഹറയിലേക്ക് എത്തിയല്ലോ മതി. അലാ ഉബശ്ശിറുക ബിബിശാറത്തിൻ ഹിയ ഖൈറുൽ ലക മിന തിജാറ, ബിബിശാറ അവിടെ കാപ്പിയപ്പിച്ചിട്ട് തിജാറ, നിങ്ങൾ യമനിലേക്ക് വന്ന് കച്ചവടം ചെയ്യുന്നതിനേക്കാണ് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കുൽത്തുൽ ബല, പറയണം. കാല എന്താ, ഉംബിഉക വഉബശ്ശിറുക അന്നല്ലാഹ ഖദ് ബഅസ ഫിശ്ശഹ്രിൽ അവ്വലി മിൻ ഖൗമിക നബിയ്യ വർതളാഹു സഫിയ്യ വഅൻസല അലൈഹി കിതാബ വജഅല ലഹു സവാബ യൻഹാ അനിൽ അസ്നാം വയദ്ഉ ഇലൽ ഇസ്ലാം വയഅ്മുറു ബിൽ ഹഖ് വയഫ്അലുഹു വയൻഹാ അനിൽ ബാതിൽ വയുബ്തിലുഹു. തങ്ങളെപ്പറ്റി നല്ല മതഹുണ്ട്. എന്താ പറഞ്ഞത്, ഇതാ ആദ്യത്തെ കഴിഞ്ഞ മാസം നിങ്ങളിൽ അല്ലാഹു തആല അയച്ചിട്ടുണ്ട് ഒരു നബിനെ, നിങ്ങളെ ഖൗമിൽ നിന്ന് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സഫിയായി തിരഞ്ഞെടുത്തതാണ്. ഒരു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ആ കിതാബുമായി മുറുകെ പിടിച്ചാൽ സവാബ് തരും. അതുപോലെ സനമിനെ ആരാധിക്കാൻ പാടില്ല എന്ന് വിരോധിക്കുന്നു, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, ഹക്ക് കൊണ്ട് കൽപ്പിക്കുകയും സ്വയം തന്നെ തങ്ങൾ പ്രവർത്തിക്കുന്നു, ബാത്തിൽ വിരോധിക്കുന്നു, അത് ബാത്തിലാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു നബി നിങ്ങളുടെ നാട്ടിൽ ജന്മം എടുത്തിട്ടുണ്ട്. ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, മിമ്മൻ ഹുവ, ഏത് കുടുംബത്തിൽ നിന്നാണ്? കാല ലാ മിനൽ അസ്ദി വലാ സുമാല വലാ മിനശ്ശർഫി വലാ തുബാല എന്ന് വെച്ചാൽ ഓരോ കബീലുണ്ട്, അതിൽ നിന്നല്ല ജിന്നല്ല എന്ന് പറഞ്ഞിട്ടെല്ലാം തള്ളി. ഹുവ മിൻ ബനി ഹാഷിം, അതായത് അതിലാവാം ഇതിലാവാം എന്നുള്ള സാധ്യത എല്ലാം തള്ളിയിട്ട് പറഞ്ഞു ബനു ഹാഷിമിലാണ്. വ അൻതും അഖ്വാലുഹു യാ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ നിങ്ങൾ കാരണപ്പാടില്ല ഉള്ളത്. സുഹറ എന്നുള്ളത് അമിന ബീബിൻ്റെ കുടുംബമാണല്ലോ, അതിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഉമ്മാരുടെ കുടുംബത്തിലാകുമ്പോൾ കാരണന്മാരുടെ കുടുംബത്തിലുണ്ടാകില്ല, നിങ്ങൾ അവരുടെ കാരണന്മാരുടെ കുടുംബത്തിലാണ്. അഖ്ഫിൽ വഖഅ, അതുകൊണ്ട് ഈ വാർത്ത ഒളിപ്പിച്ചു വെക്കണം. വഅജ്ജിൽ റജഅ, നാട്ടിലേക്ക് വേഗം മടങ്ങിക്കോളും അങ്ങനെ കാണാൻ വേണ്ടി. സുമ്മംലി, എന്നിട്ട് അവിടെ പോയിട്ട് വവാസിറുഹു വഹ്മിൽ ഇലൈഹി ഹാദിഹിൽ അബിയാത്ത്, അവരോടെന്താക്കണം, നല്ല പോലെ കൂട്ടുകൂടണം, തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ബൈത്തും തരാമെന്നുണ്ട്. പൈസ എഴുതി കൊടുത്തു. അഷ്ഹദു ബില്ലാഹി ലിൽ മആലി വഫാരിഖിൽ ലൈലി വസ്സബാഹി അന്നക ദുശ്ശരി മിൻ ഖുറൈശി ജബനൽ ഫദീ മിൻ അസ്ബ എല്ലായിലും ഇതിൽ രണ്ടാമത്തെ വരില്ല. മിൻ അസ്ബാഹി ورسلت تدعو إلى يقين يرشد للحق والفلاح أشهد بالله رب موسى إنك أرسلت بالميطاه فكن شفيعي إلى مالكي يدعو البرايا إلى الفلاح. എന്നുവെച്ചാൽ ഈ ഭാഷയിലുള്ള ആള് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അതാ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സാക്ഷി നിർത്തുന്നു, ഉന്നതനായ അള്ളാഹു, രാവിലെയും പകലിനെയും കൊണ്ടുവരുന്ന അള്ളാഹു, ആ അള്ളാഹിനെ കൊണ്ട് സാക്ഷി നിൽക്കുന്നു, നിങ്ങൾ ഖുറൈശികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട
ആളാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോടാണ് പറയുന്നത്. അതുപോലെ അറിവിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആളെ മോനാണ്. അത് മോളുടെ അടുത്തിയാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാം, നേരെ പിടിച്ചാൽ അബ്ദുല്ലാഹി അറിവിൽ നിന്ന് രക്ഷപ്പെട്ട കഥ പറഞ്ഞിട്ടുണ്ട്. അതാ യഖീനിലേക്കും സത്യത്തിലേക്കും ഹക്കിലേക്കും ഫലാഹിലേക്കും നിങ്ങൾ വിളിക്കുന്ന ആളാണ്. മൂസ അലൈഹി ഇസ്ലാമിന് റബ്ബിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ലോകവ്യാപകമായി ആക്കപ്പെട്ട നബിയാണ് നിങ്ങൾ. ഫകുൻ ഷഫീഇ ഇലാ മലീകിൻ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ശഫാഅത്ത് ചെയ്യുന്ന ആളാകണം. യദ്ഉൽ ബറാഇൽ ഫലാഹ്. അപ്പോൾ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, തങ്ങളെ കൊണ്ട് ശഫാഅത്തിന് അപേക്ഷയ്ക്ക് ഇതുകൊണ്ടാണ് ബൈത്ത് കൊടുത്തയച്ചത്. കാല അബ്ദുറഹ്മാൻ പറയുന്നു ഫഹഫീൽത്തുൽ നബിയാത്ത, ബൈത്ത് ഞാൻ മനഃപ്പാടമാക്കി. വൻസറഫ്തു, അങ്ങനെ മക്കയിലേക്ക് മടങ്ങി. ഫലമ്മ ഖദിംതു മക്കത്ത ലഖീതു അബൂബക്കരി, മക്കയിലെത്തിയപ്പോൾ ആരെ കണ്ടുമുട്ടി? അബൂബക്കർ സിദ്ദീഖിനെ കണ്ടുമുട്ടി. വഅഖ്ബറതുൽ ഖബർ, ഇങ്ങനെ ആ ഭാഷയായ ആൾ പറഞ്ഞതും എഴുത്തു തന്നതും എല്ലാം പറഞ്ഞു. ഫഖാല, പറഞ്ഞു, അതെന്താ ഹാദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാളെ പറ്റുന്നില്ല. അത് ബഅസഹുല്ലാഹു തആല, അല്ലാഹു തആല റസൂലാക്കി നിയമിച്ചിട്ടുണ്ട്. ഫഅതിഹി, ഉടനെ പോയിട്ട് വന്നു. അടുത്തേക്ക് ഫലമ്മ അത്തൈതു ബൈത ഖദീജ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിലേക്കാണ് പോയത്. ഞങ്ങളുടെ ഭാര്യ വിടല്ലത്. റആനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹിക്ക് എന്നെ കണ്ടപ്പോൾ തങ്ങൾ ചിരിച്ച്. വഖാലലി അറാ വജ്ഹൻ ഖലീഖൻ അൻ അർജു ലഹു ഖൈറാ, ആ മുഖം കണ്ടാൽ എന്തോ ഒരു ഖൈറ് കിട്ടിയിട്ടുണ്ട് എന്ന് ആ മുഖം അറിയിക്കുന്നുണ്ടല്ലോ എന്ന് ആരോ എന്ന് തങ്ങൾ പറഞ്ഞു. ശരിയല്ലേ? അവിടെ പൊമ്മാ വറാക്ക, എന്താ കോളടിച്ചിരുന്നു? നിങ്ങൾ മുഖം കണ്ടാൽ എന്തോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൊൽത്തു വദിഅത്ത്, തങ്ങൾക്ക് തരാനുള്ള ഒരു വദിയത്ത് ഏൽപ്പിക്കപ്പെട്ടത്. ഫഖാല അർസലക മുർസലുൻ ബിരിസാലത്തിൻ, ആരെങ്കിലും ഒരു എഴുത്ത് തന്നതാണോ? ഹാത്തിഹ, എന്നാ കൊണ്ടുപോവാ. അപ്പോൾ അഖ്ബർതുഹു, ഞാൻ തങ്ങളുടെ വിഷയം പറഞ്ഞു. മനപ്പാടമാക്കി ചൊല്ലി കേൾപ്പിക്കലുണ്ട്. അത് കത്തും എഴുത്തും കവർന്നും ഉണ്ടാവില്ലല്ല. വഅസ്ലംതു, അപ്പം ഞാനെന്താക്കി? മുസ്ലിമായി. ഫഖാല അബു അഖൂ ഹിന്ദർ മുസ്ലിം മുസദ്ദിഖുൻ ബി വമാ ഷാഹദനി. അഖൂ ഹിന്ദർ എന്ന ഭാഷായ ആളില്ലേ, അദ്ദേഹം മുസദ്ദിഖാണ്, മുഅ്മിനാണ്. മുസദ്ദിഖുൻ ബി, എന്നെ കൊണ്ട് വിശ്വസിച്ച ആളാണ്. പക്ഷേ വമാ ഷാഹദനി, എന്നോട് നേരിട്ട് കണ്ടിട്ടില്ല. ഉലൈക മിൻ ഇഖ്വാനി ഹഖ്ഖാ, അദ്ദേഹം എൻ്റെ ഇഖ്വാനികളിൽപ്പെട്ട ആളുമാണ് എന്ന് തങ്ങൾ പറഞ്ഞു. നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് സഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒരു വിഷയം പറഞ്ഞാൽ ഒരു പാരഗ്രാഫേ ഉള്ളൂ. വമിൻ ദാലിക ഖബറു മുഖൈരിഖിൽ യഹൂദി, യഹൂദിയായ ഒരാളാണ് മുഖൈരിഖ്. കാന ആലിമൻ ഹബറം ബിൽ മദീന, മദീനയിലെ വലിയ ഒരു പണ്ഡിതനും ഒരു ആലിമുമായിരുന്ന ഒരു മുഖൈരിഖ്. കസീറൽ മാൽ, ധാരാളം സമ്പത്തുമുണ്ട് അദ്ദേഹത്തിന്. വകാന യഅരിഫു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിഫതിഹി, തങ്ങളുടെ സിഫത്ത് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെപ്പറ്റി നല്ല പരിചയമുണ്ട്. സമാജിൽ പറയുന്ന സിഫാത്തില്ലേ. പക്ഷേ ഇല്ല അന്നഹു ഗലബഹു ഇൽഫു ദീനിഹി, പക്ഷേ അദ്ദേഹം വിശ്വസിക്കുന്ന ദീനിനോടുള്ള അമിതമായ കൂറ് അദ്ദേഹത്തിന് കീഴടക്കിയിട്ടുണ്ട്. അപ്പം വിശ്വസിച്ചിട്ടില്ല. ഫലമ്മാക്കാനത്ത് ഖസ്വത്തു ഉഹദ്, ഉഹദ് യുദ്ധം വരുന്ന സ്ഥലം, തങ്ങൾ മദീനത്തെത്തിയിട്ടും കുറേ കാലം കഴിഞ്ഞ്. വക്കാനത്ത് യൗമ സബത്ത്, ഉഹദ് യുദ്ധം നടന്നത് ശനിയാഴ്ചയായിരുന്നു. ഖാല യാ മഅശറ യഹൂദ്, യഹൂദികളുടെ കൂട്ടമേ, അന്നക്കും തഅലമൂന അന്ന നസ്റ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖൻ അലൈക്കും, യഹൂദികളുടെ കൂട്ടമേ, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുക എന്നുള്ളത് നിങ്ങളെ കടമയാണ്. നിങ്ങൾ അറിയുന്നില്ലേ? തങ്ങൾ മദീനത്ത് ഹിജ്റ വന്നേ, ബദറും കഴിഞ്ഞ് ഉഹദിലേക്ക് എത്തി. അപ്പോൾ ജൂതന്മാർ തങ്ങൾക്കെതിരേതല്ലേ. തങ്ങളെ സഹായിക്കലും പിന്തുണക്കലും നിങ്ങളുടെ കടമയാണ്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അപ്പം ഫഖാലു അൽ യൗമ യൗമു സബ്, ഇന്ന് ശനിയാഴ്ച ഒരു പണിക്കും പറ്റൂല എന്നല്ലേ യഹൂദികളെ. ഫഖാല ഇന്നക്കും ലാ സബ്ത ലക്കും, അങ്ങനത്തെ ശനിയാഴ്ച ഒന്നും ഇവിടെ നോക്കൂല.
സുമ്മ അഖദ സിലാഹഹു, പിന്നെ മൂപ്പർ എന്താക്കിയതിലോ ആയുധമെടുത്ത് വഖറജ, എവിടേക്ക് പുറപ്പെട്ട്? ഉഹദിലേക്ക് പുറപ്പെട്ടു. വഖറജ ഹത്ത അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. വഅസ്ഹാബിമാർ ഉഹദിലുണ്ട്. വഅഹിദ ഇലാ ഖൗമിഹി ഇൻ മിത്തു ഹാദൽ യൗമ ഫഅംവാലി ഇലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ യുദ്ധത്തിൽ മരിച്ചെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതാണെന്ന്. മനസ്സിലാകുന്നുണ്ടോ? യസ്നഉ ബിഹാ മാ റആഹു, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അഭിപ്രായപ്പെടുന്നത്, എന്താണോ കാണുന്നത്, അതുപോലെ ചെയ്തുകൊള്ളട്ടെ. സുമ്മ അസ്ലമ അലാ യദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കയ്യാൽ മൂപ്പർ ഇസ്ലാം സ്വീകരിച്ചു. വഖാതല, യുദ്ധം ചെയ്ത് കുത്തില, അവിടെ ഷഹീദായി. അപ്പം എന്തായെന്നറിയോ? വിശ്വസിച്ച് അന്ന് തന്നെ ഷഹീദാകുകയും ചെയ്തു. فجعل النبي صلى الله عليه وسلم ماله صدقة بالمدينة. അപ്പം അദ്ദേഹം സ്വത്ത് തങ്ങൾക്കല്ലേ, തങ്ങളെന്താക്കണം, ആവശ്യം പോലെ ചെയ്തോട്ടെ. അപ്പം മദീനയിലുള്ള സദഖയായി മാറ്റി, തങ്ങൾ ഉപയോഗിക്കലല്ല. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മുഖൈരിക്കും ഖൈറു യഹൂദ്, യഹൂദികളിൽ വെച്ച് ഒരു ഖൈറായ ആളാണ് ആര്? മുഖൈരി. എന്തായി? ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തു, ഷഹീദായി, സമ്പത്ത് മുഴുവനും തങ്ങൾ കേൾപ്പിച്ചു, മദീനക്കാർക്ക് കിട്ടുകയും ചെയ്തു. നിങ്ങളെ വെക്കാം നോക്കിട്ട്